ഒരുപാടധികമായി കണ്ടുവരുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. അതിനുവേണ്ടിയുള്ള പ്രതിവിധികൾ ആയുർവേദത്തിലുണ്ട്. ഇന്ന് ഞങ്ങൾ എടുക്കുന്ന ടോപ്പിക് പൈൽസ് രോഗത്തെക്കുറിച്ചാണ്. അതിനുവേണ്ടിയുള്ള പ്രതിവിധികൾ ബാലരാമപുരം അശ്വഗന്ധ ആയുർവേദ ഹോസ്പിറ്റലിലെ വിഷ്ണു സാറിനോട് ചോദിച്ചറിയാം. നമസ്കാരം സാർ. പൈൽസ്, ഫിഷർ ഫിസ്റ്റുല എന്താണ് ഈ രോഗം? പൈൽസ്, ഫിഷർ ഫിസ്റ്റുല എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള അസുഖങ്ങളാണ്. മലാശയത്തിൽ വരുന്ന അസുഖങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ആയുർവേദത്തിലെ പൈൽസ് എന്ന് പറയുന്നത് അർഷസ് എന്നാണ് പറയുന്നത്. ഫിഷർ എന്ന് പറയുമ്പോൾ പരികർത്തിക എന്ന് പറയും. ഫിസ്റ്റുല എന്ന് പറയുമ്പോഴത്തേക്ക് ഭഗന്തരം എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. മലാശയത്തിലുള്ള രക്തക്കുഴലുകൾ വികസിച്ചിട്ട് മലദ്വാരം വഴി തള്ളി പുറത്തേക്ക് വരുന്നതിന് നമ്മൾ പൈൽസ് എന്ന് പറയും. ഫിഷർ എന്ന് പറയുമ്പോൾ മലാശയത്തിനകത്തുള്ള വിള്ളൽ, ചെറിയ മുറിവുകൾ, വിള്ളൽ, അതിനെയാണ് ഫിഷർ എന്ന് പറയുക. ഫിസ്റ്റുല എന്ന് പറയുന്നത് വെച്ചാൽ മലാശയത്തിനുള്ളിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അത് മലദ്വാരത്തിന് പുറത്തേക്ക് ഒരു കനാല് പോലെ വ്യാപിക്കുന്നു. അതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഈ രോഗങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് പൈൽസിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിന് എന്താ ഒരു മലബന്ധം, ഒരു മൂട് തടിപ്പ് പോലെ ഫീൽ ചെയ്യുക, മലം നല്ല മുറുകി പോകുക, ചില സാഹചര്യത്തിൽ വേദന ഉണ്ടാകും. ഇതായിരിക്കും ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് മലം പോകുന്ന സമയത്ത് ഒരു തടിപ്പ് തള്ളി പുറത്തേക്ക് വരിക, മലം പോയതിനു ശേഷം തന്നെ തിരിച്ച് അകത്ത് കയറുന്ന ഒരു സാഹചര്യം. മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തടിപ്പ് വെളിയിലേക്ക് തള്ളി വരുന്നു, മലം പോയതിനു ശേഷം നമ്മൾ തന്നെ മാനുവലി അത് പുഷ് ചെയ്ത് അകത്തേക്ക് വെക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് മൂന്നാവസ്ഥ. നാലാമത്തെ അവസ്ഥ ഇതിൽ തികച്ചും വ്യത്യസ്തമാണ്. ഈ തള്ളി വരുന്നത് തിരിച്ചകത്തേക്ക് കയറില്ല, വെളിയിൽ തന്നെ നിൽക്കുന്നു. ഇതാണ് വരുന്നത്. പൈൽസിന് ഇതിനോടൊപ്പം തന്നെ ആ മലം മുടുങ്ങി പോയിട്ട് രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിങ് തുള്ളിയായിട്ട് മലം പോയതിനു ശേഷം തുള്ളിയായിട്ട് രക്തം പോകുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയാണ് നമ്മൾ പൈൽസിനെ നമ്മൾ തിരിച്ചറിയുന്നത്. പിന്നെ ഇത് ഉള്ളിൽ നമ്മൾ പരിശോധിച്ചതിന് ശേഷമാണ് എത്ര പൈൽസ് ഉണ്ടെന്നും ഇത് ഏത് ഡിഗ്രിയിലാണ് ഇരിക്കുന്നത് തിരിച്ചറിയുന്നത്. നേരെ മറിച്ച് ഫിഷറിലേക്ക് വരുമ്പോൾ മലദ്വാരത്തിനകത്തുള്ള വിള്ളൽ മലം പോകുമ്പോൾ മലത്തിലൂടെ വരഞ്ഞ് രക്തം പോകുന്ന ഒരു സാഹചര്യം, അസഹനീയമായ പുകച്ചിൽ, മലം പോകുന്ന സമയത്ത് മലം പോയതിനു ശേഷവും ഭയങ്കരമായിട്ടുള്ള പുകച്ചിൽ അനുഭവപ്പെടുന്നു. ഇങ്ങനെയാണ് ഫിഷറിന്റെ ലക്ഷണങ്ങളൊക്കെ വരുന്നത്. നേരെ മറിച്ച് ഫിസ്റ്റുലയിലേക്ക് വരുമ്പോഴത്തേക്ക്, ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ ഈ മലദ്വാരത്തിനകത്ത് ചില ഗ്രന്ഥികളുണ്ട്. അകത്തെ ഫ്രിക്ഷൻ കുറയ്ക്കാനൊക്കെ ഉള്ള ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ ആ ഗ്രന്ഥിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അത് മലദ്വാരത്തിന് വെളിയിലേക്ക് ഒരു തുരങ്കം പോലെ മലദ്വാരത്തിന് വെളിയിലേക്ക് ആ ഇൻഫെക്ഷൻ വരുന്നു. ഇതിനെയാണ് നമ്മൾ ഫിസ്റ്റുല നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന ഫിസ്റ്റുല ആ വെളിയിൽ വരുന്ന ഒരു ഓപ്പണിംഗ്, ഒരു മറ്റൊരു പോലെ വെളിയിൽ കാണും. അതിലൂടെ പഴുപ്പോ ചരമോ അല്ലെങ്കിൽ ചിലപ്പോൾ മരം തന്നെ അതിലൂടെ പുറത്തേക്ക് വരും. അസഹനീയമായ വേദനയായിരിക്കും. ചിലപ്പോൾ ചില പേഷ്യൻസ് ഒക്കെ നമ്മൾ നടന്നു പോകുമ്പോഴാണെങ്കിൽ അവരുടെ ഡ്രസ്സിലൊക്കെ ഇച്ചിരി ബ്ലഡ് അല്ലെങ്കിൽ പഴുപ്പൊക്കെ പെട്ടിയിരിക്കും. അതൊക്കെ ഫിസ്റ്റുല ഉള്ളവർക്കാണ് അത് അങ്ങനെ വരുന്നത്. അതിൻ്റെ പുറം ഓപ്പണിംഗ്, എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഉണ്ട്, അതിൽ കൂടെ പൊട്ടി പോരുന്നതാണ്. ഈ രോഗത്തിന് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? മിക്ക രോഗികളിലും മലബന്ധമാണ് ആദ്യ ഒരു പ്രശ്നം. ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നീ പറയുന്ന രോഗങ്ങൾ ഇതിന്റെ മൂലകാരണം മലബന്ധം തന്നെയാണ്. പക്ഷെ മലബന്ധത്തിനും ഒരു കാരണമുണ്ട്. അവരുടെ ജീവിതശൈലി, അവരുടെ ആഹാര രീതികളുടെ വ്യത്യാസം, അതുകൊണ്ടാണ് ഈ മലബന്ധം ഉണ്ടാകുന്നത്. നാരടങ്ങിയ ഭക്ഷണങ്ങൾ കുറവ് വരിക, വെള്ളംകൂടി കുറവ് വരിക, ഇതൊരു കാരണം കൊണ്ടാണ് ഈ മലബന്ധം ഉണ്ടാകുന്നത്. ആ മലബന്ധത്തിന്റെ ഇതുകൊണ്ടാണ് ഈ പറയുന്ന മൂന്ന് രോഗങ്ങളിലും അസുഖങ്ങൾ വരുന്നത്. ഇത് എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടതെന്ന് വിചാരിച്ചാൽ, മലം കറുത്തു പോവുക, മലം നല്ല മുടുകി കറുത്തു പോവുക, രക്തം തുള്ളിയായിട്ട് പോവുക, അസഹനീയമായ പുകച്ചിൽ ഉണ്ടാവുക, ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അത് ഉള്ളു പരിശോധിച്ച് നോക്കി ഉറപ്പുവരുത്തുക. ഇത് പൈൽസ് ആണോ, ഫിഷർ ആണോ, ഫിസ്റ്റുലയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ചില മലാശയ ക്യാൻസറിലും പൈൽസിന്റെ അതേ ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ നമ്മൾ ചികിത്സ കൊടുക്കുന്നത് വൈകിപ്പോയാൽ അതിൻ്റെ സ്റ്റേജസുകൾ വ്യത്യാസം വരും. അതുകൊണ്ട് തുടക്കത്തിലേ കാണിക്കാമെങ്കിൽ നല്ലതായിരിക്കും. തുടക്കത്തിലാകുമ്പോൾ ഇത് മരുന്നിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. വരാനുള്ള കാരണം ജീവിതശൈലിയിലുള്ള വ്യത്യാസം വരുന്നത് തന്നെയാണ് ഇതിന്റെ മൂല കാരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂന്ന് അസുഖങ്ങളുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് മലബന്ധം തന്നെയാണ്. പക്ഷേ മലബന്ധം വരാനുള്ള ചില കാരണങ്ങളുണ്ട്. അത് ഈ പറയുന്ന ആഹാര രീതി, അവർ ഒരുപാട് എരിവും പുളിയും കഴിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ മദ്യപാനിയായിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഒരുപാട് ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ഫിസിക്കലി അവരുടെ ജോലിപരമായിട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന ആളുകളായിരിക്കാം, ചിലവർ മോഷൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം.
അങ്ങനെയൊക്കെ വരാം. ഇതൊക്കെ ഈ പൈൽസ് എന്ന് പറയുമ്പോഴും മലദ്വാരത്തിന് അവിടെയുള്ള രക്തക്കൊഴലുകൾ അത് വികസിച്ചിട്ട് വെളിയിലേക്ക് തള്ളി വരുന്നതാണ് ഈ പറയുന്ന പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്ട്രെയിൻ ചെയ്യുക, ഒരുപാട് ഈ നാരടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം കുറച്ച്, വെള്ളം കൂടിയൊക്കെ കുറച്ച് അവരുടെ ജീവിതശൈലി തന്നെ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൈൽസ് പിന്നെയും റിക്കറൻസ് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? നമ്മൾ പൈൽസ് അർഷസിന്റെ ഒരു ചികിത്സാ രീതി നമ്മൾ ആയുർവേദപരമായിട്ട് വന്നാൽ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് മരുന്നിൽ തന്നെ നമ്മുടെ ആയുർവേദ കഷായങ്ങളും ഗുളികളിൽ തന്നെ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ പറ്റും. ഒരു അപ് ടു ഒന്നാമത്തെയും രണ്ടാമത്തെ സ്റ്റേജ് ആണെങ്കിലും. മൂന്നാമത്തെ സ്റ്റേജ് അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ക്ഷാരകർമ്മം ചെയ്യാൻ പറ്റും. അതായത് ഒരു ആൽക്കലി കൊണ്ടിട്ടുള്ള ഒരു പേസ്റ്റ് ആണ്, അത് വെച്ചിട്ട് നമുക്കത് പൂർണ്ണമായിട്ടും കരിച്ചു കളയാനായിട്ട് നമുക്ക് പറ്റും ഈ പൈൽസിന്റെ കാര്യത്തിൽ. പിന്നെ ഫിഷറിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ തുടക്കത്തിൽ മരുന്ന് തന്നെയാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. മരുന്നിൽ തീർച്ചയായിട്ടും അതിനെ ഭേദപ്പെടുത്താൻ പറ്റും. പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഫിഷർ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷറക്ടമി പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് സുഖപ്പെടുത്താൻ പറ്റും. പിന്നെ ഈ ഫിസ്റ്റുലയിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു മലദ്വാരത്തിന് ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് ഒരു തുരക്കം പോലെ ഒരു പാത വരുന്നു. അതിലൂടെയാണ് ഈ പഴുപ്പും ചെലവും മരവും ഒക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പാത തന്നെയാണോ, അതിന് ബ്രാഞ്ചസ് ഉണ്ടോ എന്നുള്ളത് ആദ്യം അറിയണം. അപ്പോൾ അതിന് നമ്മൾ ഫിസ്റ്റുലോഗ്രാം എന്നുള്ള ഒരു ഇത് ചെയ്യണം, സ്കാൻ ചെയ്ത് പരിശോധിക്കുക. അതിൽ ഒറ്റ പാത തന്നെയാണോ, ബ്രാഞ്ചസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം ക്ഷാരസൂത്രം എന്നുള്ളത്, അതായത് എല്ലാവരും നാടൻ ഭാഷയിൽ ഇപ്പോൾ കെട്ടിടുക എന്ന് പറയും, ആൽക്കലി കൊണ്ടിട്ടുള്ള ഒരു ത്രെഡ് അത് ഇതിനകത്തൂടെ കടത്തി ഒരു പ്രോബ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ സഹായത്താൽ ഈ ക്ഷാരസൂത്രം ഇതിനകത്തൂടെ കടത്തി നമ്മൾ കെട്ടിവെക്കും. ടൈറ്റ് ചെയ്ത് കെട്ടിവെച്ച് ആഴ്ച തോറും നമ്മൾ ത്രെഡ് ചേഞ്ച് ചെയ്യും. അങ്ങനെ അത് കട്ടായി ബാക്ക് ചെയ്ത് ഹീലായി വരും. കംപ്ലീറ്റ് ആയിട്ട് അത് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമാണോ? ഈ 3 രോഗാവസ്ഥയും പൂർണ്ണമായിട്ടും ഭേദമാകുന്നത് തന്നെയാണ്. ഇത് കഴിഞ്ഞ് റിക്കറൻസ് വരുന്നത് അവരുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, അവരുടെ അബദ്ധ്യം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരിക്കൽ പൈൽസിന്റെ ഇത് ചെയ്തു കരിച്ചു കളഞ്ഞു, അവിടെ പൈൽസ് ഇല്ല, പക്ഷെ പിന്നെയും അവരുടെ ജീവിതശൈലി ഇത് തന്നെയാണ്, പഴയപടിയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെയും റിക്കറൻസിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരുടെ ജോലി, അവരുടെ എല്ലാം പഴയ അവസ്ഥ തന്നെയാണെന്നുണ്ടെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വരില്ല, പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ രോഗത്തിന് കഴിക്കാൻ കഴിയുന്ന ആഹാര രീതികൾ? ഈ ആഹാര രീതി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പൈൽസ് ഉള്ള രോഗികളും പൈൽസിന്റെ ബുദ്ധിമുട്ട് കുറഞ്ഞ ശേഷം, ചികിത്സയ്ക്ക് ശേഷവും ഇവരെന്തൊക്കെ കഴിക്കണം എന്നുള്ള ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ഘടകമാണ്. ഇവർക്ക് എന്തൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ എൻ്റെ പഥ്യമായിട്ടുള്ള ആഹാര രീതി എന്ന് പറയുന്നത് നാരടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം ഇവർ കഴിക്കുക. ഒരു ദിവസം ഇപ്പോൾ ഒരു വെള്ളം ഒരു 10 to 12 ഗ്ലാസ് വെള്ളം വരെ ഒരു ദിവസം അവർ കുടിക്കുക. എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ, ആവിയിൽ വരുന്ന ആഹാരങ്ങൾ ധാരാളം ഇവർ കഴിക്കുക. ഇപ്പോൾ ഗോതമ്പാണെങ്കിലും അല്ലെങ്കിൽ ബാർലി, ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ ഇവർക്ക് ഇതിൽ കഴിക്കാം. പിന്നെ ഈ തവിട് പോകാത്ത അരി അങ്ങനെയുള്ളത് കഴിക്കാം. മലക്കറിയായിട്ടാണെന്നുണ്ടെങ്കിൽ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴപ്പൂമ്പല്, ബീട്രൂട്ട്, ക്യാരറ്റ് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ വെണ്ടയ്ക്ക, കുമ്പളങ്ങ ഇങ്ങനെയുള്ളതെല്ലാം കഴിക്കാം. ഇലവർഗ്ഗങ്ങളെല്ലാം ധാരാളം കഴിക്കുക. ഇതൊക്കെയാണ് ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരം എന്ന് പറയുന്നത്. കഴിക്കാൻ പാടില്ലാത്തതെന്ന് പറയുമ്പോഴത്തേക്ക് പാൽ ഉൽപ്പന്നങ്ങൾ അത് പാടില്ല, മത്സ്യമാംസാദികൾ പാടില്ല. പിന്നെ ഈ പെപ്സി, കോള പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അത് തീർത്തും അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, പിന്നെ ഒരുപാട് കുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം ഒഴിവാക്കുക. ഉഴുന്നുപരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇത് മാത്രം മതി. ഈ കാലപ്പഴക്കം വന്ന പൈൽസിന് ആയുർവേദത്തിൽ ചികിത്സയുണ്ടോ? അതിന്റെ എന്തൊക്കെയാണ് രീതികൾ? കാലപ്പഴക്കം ചെന്ന പൈൽസിനാണെങ്കിലും ചികിത്സാ രീതികളുണ്ട്, പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റും. അത് നേരത്തെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പൈൽസിന് 3-4 അവസ്ഥകളുണ്ട്. ഇപ്പോൾ ഒരു 4ാമത്തെ അവസ്ഥ, ഇപ്പോൾ പൈൽസിന്റെ ആ ഒരു തള്ളി വരുന്ന കട്ടി അകത്തേക്ക് കയറുന്നില്ല, വെളിയിൽ തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ കുറെ കാലങ്ങൾ കൊണ്ട് ഇവർക്ക് ബ്ലീഡിങ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, പുകച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ രോഗി വരുമ്പോൾ നമ്മൾ അവരെ പരിശോധിക്കണം. അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇത് വേറെ എന്തെങ്കിലും മലാശയത്തിലുള്ള ക്യാൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ചില ടെസ്റ്റുകളുണ്ട്, ചില രക്തപരിശോധനകളുണ്ട്. അതെല്ലാം നോക്കി അവരുടെ ഫിസിക്കൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തിലുള്ള നമ്മുടെ മരുന്നുകളെല്ലാം നമ്മൾ ഉള്ളിൽ കൊടുക്കുക. ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനായിട്ട്, ആ ഭാഗത്തുള്ള വീക്കം ഇതൊക്കെ കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. അതിനുശേഷം നമ്മളതിനെ ഈ പറയുന്ന ക്ഷാരലേപത്തോട് തന്നെ നമ്മളതിനെ കരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ റീഅക്കറൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഭേദമാകും. പാരമ്പര്യമായിട്ട് വരുന്ന രോഗമാണോ?
ഈ രോഗം വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് പാരമ്പര്യം കാരണങ്ങളിൽ പല കാരണങ്ങളിൽ ഒന്നാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ടും വരാം, പിന്നെ അവനവന്റെ ജീവിതശൈലിയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്. തീർത്തും പാരമ്പര്യം കൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണങ്ങളിൽ ഒന്ന്. ഇതിവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.